ഹായ് ഗായ്സ്. അപ്പോൾ ബിഗ് ബോസ് ടോക്ക് ബിന്നി എവിക്ഷൻ പ്രക്രിയയിലേക്ക് എത്തിപ്പോയി. അപ്പോൾ 69ാമത്തെ എപ്പിസോഡ് കഴിഞ്ഞ് 70ലേക്ക് കടക്കുന്ന ഇനി 4 ആഴ്ചയും കൂടി ഇപ്പോൾ ബിഗ് ബോസ് ഷോ ഇനി മുന്നോട്ട് പോവുകയുള്ളൂ. അതിൻ്റെ വിധിയിൽ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ വിധി പറഞ്ഞിരിക്കുകയാണ്. ബിന്നി എവിക്റ്റഡ്. നമ്മൾ ഇത് നേരത്തെ പ്രതീക്ഷിച്ചാണ്. മികച്ചൊരു ഗെയിമറാണ് ബിന്നി, മികച്ചൊരു മത്സരാർത്ഥിയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ബിഗ് ബോസ് അകത്ത് നിന്ന് ഒരുപാട് സ്പെഷ്യൽ മൊമെൻ്റൊക്കെ കിട്ടിയ ഒരു ബെസ്റ്റ് ഡോക്ടറും കൂടിയായ ഒരു ക്വാളിഫൈഡ് പ്ലെയറാണ്. പക്ഷേ അവിടെ എവിടെയോ തൻ്റെ ഗെയിം എവിടെയോ പാളിപ്പോയി എന്ന നിരാശയിലാണ് ബിന്നി പുറത്തു പോയത്. നമുക്ക് ബിന്നിയുടെ എവിക്ഷൻ കാര്യങ്ങളെക്കുറിച്ചും അതിനെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം. നമുക്ക് കാര്യത്തിലേക്ക് വരാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കുന്നത് ബിന്നിയാണ്. നേരത്തെ തന്നെ നമ്മൾ ഒരുപാട് റൂമറുകളും മറ്റുമൊക്കെ കേട്ടിരുന്നു. ബിന്നിയാണ് പോയത് എന്ന് സൂചനകളും ഉണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞ പോലെ അപ്പോ കഴിഞ്ഞ ആഴ്ചയും ലാലേട്ടനും ബിഗ് ബോസും ഒക്കെ ഈ എവിക്ഷന്റെ കാര്യങ്ങളൊക്കെ നേരത്തെ വീഡിയോസ് ഇടുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒരു ചാനലിലും അങ്ങനെ ബിഗ് ബോസിന്റെ കോണ്ടന്റുകൾ ചെയ്യുന്ന ചാനലുകളിലൊന്നും അങ്ങനെ വന്നിരുന്നില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്നു ബിന്നിയാണ് പോയത് എന്ന കാര്യം. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ബിന്നിയുടെ ഹസ്ബൻഡ് പോലും ഈ കാര്യം സ്ഥിരീകരിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ എന്നിട്ടും ചാനലുകൾ ഇത്തവണ അത് ചെയ്തില്ല. അത് വളരെ നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് ബിഗ് ബോസിന്റെ ഇത്തരം അപ്ഡേറ്റുകൾ ആദ്യം എത്തിക്കുന്ന കുറെ ചാനലുകളുണ്ട്. അവർ പോലും ഇത്തവണ അത് പുറത്തുവിടാൻ തയ്യാറായില്ല. ഇത് നേരത്തെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട വീഡിയോയുടെ കമന്റ് ബോക്സിനകത്തൊക്കെ ഒരുപാട് പേര് കമന്റ് ചെയ്തിരുന്നു ബിന്നിയാണ് പോയതെന്ന്. അതായത് ഇപ്പൊ നമ്മുടെ ചാനലുകൾ പറയാതിരുന്നാലും പ്രേക്ഷകർ ഇതൊക്കെ അറിയും. കാരണം ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അത്ര വലുതാണ്. ഇപ്പോ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. പിന്നെ ഈ ന്യൂസ് പുറത്തു വരുന്നത് എങ്ങനെയാണ്, എവിടെ നിന്നാണെന്ന് തീർച്ചയായിട്ടും കണ്ടുപിടിക്കേണ്ടത് ബിഗ് ബോസും കൂടിയാണ്. എന്തായാലും ബിഗ് ബോസിന്റെ കോണ്ടന്റുകൾ ചെയ്യുന്ന ചാനലുകളൊന്നും തന്നെ പ്രധാനപ്പെട്ട ഒരു ചാനലുകളിലും ഈ ഒരു വാർത്ത വന്നിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അപ്പോ എന്നിട്ടും ഓഡിയൻസ് എങ്ങനെ അറിഞ്ഞു എന്നുള്ളതും നമ്മൾ ആലോചിക്കണം. തീർച്ചയായിട്ടും ബിഗ് ബോസ് ആണ് ആലോചിക്കേണ്ടത് ഈ കാര്യം. എന്തായാലും ഈ ആഴ്ച നമ്മുടെ ബിന്നി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. പ്രതീക്ഷിച്ചിരുന്ന ഒരു എവിക്ഷനാണ്. ബിന്നി ഒരു നല്ല പ്ലെയർ ഒക്കെ ആയിരുന്നു. പക്ഷെ അങ്ങനെ ഓഡിയൻസിന്റെ ഒരു വലിയ സപ്പോർട്ട് നേടുന്നതിൽ ബിന്നി ഒരു പക്ഷേ വിജയിച്ചില്ല എന്ന് പറയേണ്ടി വരും. നല്ലൊരു പ്ലെയർ ഒക്കെ ആയിരുന്നു. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം. യെസ്, ഓഡിയൻസിന്റെ മുന്നിൽ ബിന്നി എന്ന ഒരു മത്സരാർത്ഥി, ഒരു ആക്ടറസ്, ഒരു സീരിയൽ ആക്ടറസ് വിജയിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. പ്രേക്ഷക പിന്തുണ കിട്ടും. പക്ഷെ അത് ഇൻഡിവിജ്വലായി കളിച്ച് ഗെയിം കളിക്കുന്നവർക്ക് മാത്രമേ ആ സപ്പോർട്ട് കിട്ടൂ. എത്ര PR ഉണ്ടെന്ന് പറഞ്ഞാൽ, എത്ര പൈസ മുടക്കി നമ്മൾ കളിക്കുന്ന പറഞ്ഞാലും എവിക്ഷൻ എന്ന് പറയുന്നത് ആ ഗെയിം തോറ്റെന്നല്ല അർത്ഥം. ഈ ബിഗ് ബോസിൽ ജീവിക്കുന്ന എല്ലാവരും എവിക്ഷൻ പ്രക്രിയയിൽ പെടുന്നവർ തന്നെയാണ്. ആരും അവിടെ നിലനിന്ന് പോകുന്നില്ല. എവിക്ഷൻ എന്ന് പറഞ്ഞാൽ എവിക്റ്റഡ്, എല്ലാവരും എവിക്റ്റഡ് ആവും, അതായത് വിന്നർ ഉൾപ്പെടെ. പക്ഷേ ആ എവിക്ഷനിലൂടെ അവിടെയാണ് ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റൻസിൻ്റെ വിജയം മറ്റൊരു വഴിത്തിരിവിലേക്ക് മറിയാൻ പോകുന്നത്. ഇപ്പോൾ ഇപ്രാവശ്യത്തെ എവിക്ഷൻ നമുക്ക് പ്രതീക്ഷിച്ചതായിരുന്നു 3 ആളായിരുന്നു. അതായത് അക്ബർ, ലക്ഷ്മി, ബെന്നിയുടെ ഹസ്ബൻഡൊക്കെ വന്ന് ഫാമിലി ടാസ്കിലൊക്കെ കുറേ ദിവസം കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബെന്നി കിട്ടി. ഞാൻ പറഞ്ഞില്ല, ഈ ഫാമിലി ടാസ്ക് വരുമ്പോൾ കണ്ടസ്റ്റൻസിനെ പുഷ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. ബെന്നി പറഞ്ഞതുപോലെ ഒരു പുഷിങ് അവിടെ ഉണ്ടെങ്കിൽ ആ ബിഗ് ബോസ് മത്സരാർത്ഥിയായി അവിടെ തന്നെ നിന്നേനെ എന്നാണ്. അതാണ്, ബാക്കിൽ നിന്ന് പുഷ് ചെയ്യാനോ നന്നാക്കാനോ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തി എന്നേ നന്നായേനെ. അങ്ങനെയുള്ള ഒരു കണ്ടസ്റ്റൻ്റായി തിളങ്ങിയേനെ. അവിടെ കോണ്ടൻ്റാണ് പ്രധാനം. ഇവിടെ സോഷ്യൽ മീഡിയ കളിക്കുന്നതും അതിനു വേണ്ടിയാണ്. സോഷ്യൽ മീഡിയയിൽ കോണ്ടന്റ് ഇല്ലെങ്കിൽ, ക്രിയേറ്റിവിറ്റി ഇല്ലെങ്കിൽ, കണ്ടൻസ് ഇല്ലെങ്കിൽ അത് മാഞ്ഞു പോകും. അപ്പോൾ തെളിവുകൾ ഇതിലാണ്.
സത്യസന്ധമായ ഒരു ക്രിയേറ്റിവിറ്റി നമ്മുടെ മുന്നിൽ ഇല്ലെങ്കിൽ ബിന്നിയെ പോലുള്ള ആക്ടറസും സാധാരണക്കാരും ഇങ്ങനെ ഔട്ടായി പോകണമെന്നില്ല. പക്ഷേ എത്ര PR ഉണ്ടായാലും എത്ര പണം ഉണ്ടായാലും വോട്ടിന് മുന്നിൽ നമുക്കൊന്നും ഒരു പരുന്തും പറക്കില്ല എന്നതാണ് തെളിവ്. ഇത് വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഇതാണ് യഥാർത്ഥ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇതൊരു വലിയൊരു വിഭാഗം തന്നെയാണ്. ഇതിൽ നിന്ന് വിജയിക്കണമെങ്കിൽ അവൻ തന്നെ തീരുമാനിക്കണം, ഗോഡ്. അപ്പോൾ ആ ഒരു കർമ്മയാണ് ഇവിടെ തെളിവ്. പക്ഷെ ഇതിലൂടെ വിജയിച്ചു ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ ആ വ്യക്തി എവിക്റ്റഡ് ആകുന്ന നിമിഷത്തോടെ ആ വ്യക്തി വിജയത്തിലേക്ക് അടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കളി അവസാനിച്ചെന്നല്ല, ഇനിയാണ് അദ്ദേഹം കളി ഭിന്നയായാലും എല്ലാ മത്സരാർത്ഥിയായാലും കളിക്കാൻ പോകുന്നത്. കളിയുടെ അരങ്ങ് അവിടെ അവസാനിപ്പിച്ച് കളിക്കളത്തിലേക്ക് വീണ്ടും കാൽച്ചുവട്ടിലേക്ക് വേറൊരു ദിശയിലേക്ക് തൻ്റെ പ്രൊഫഷനായിട്ടും ജീവിതവുമായിട്ടും അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ബാക്കിയുള്ളതെല്ലാം അതങ്ങനെ നടന്നു പോയിപ്പോൾ. അപ്പോൾ ബിന്നി എന്ന് പറയുന്ന അപ്സെറ്റ് കണ്ടസ്റ്റൻ്റാണ്. നെവിന് വളരെ സങ്കടമായി എല്ലാം ഉണ്ടാവും. ഇമോഷൻസിന് പ്രാധാന്യമുള്ളതാണ് ബിഗ് ബോസ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇമോഷൻ കൺട്രോൾ ചെയ്യാനും മൈൻഡ് കൺട്രോളും ചെയ്യാൻ കഴിയുന്നവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയും. അപ്പോൾ ആ ഒരു ഇമോഷനെയും മൈൻഡിനെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്നിടത്ത് ബിന്നി എന്ന മത്സരാർത്ഥി മറ്റൊരു തരത്തിലേക്ക് മാറുകയാണ്. ഇപ്പോൾ സബർ മീഡിയ പറഞ്ഞതുപോലെ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നതും ഓഡിയൻസിൻ്റെ മുന്നിൽ ഞാൻ നല്ലതാണ് എന്ന് തെളിയിക്കുകയും ചെയ്യുന്ന ഒരു മത്സരാർത്ഥിയാണ് ബിഗ് ബോസ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ വ്യക്തിത്വം അവിടെ ബിന്നി ഇല്ലാതാക്കി കളഞ്ഞോ, ബിന്നി ഗ്രൂപ്പിസം കാണിച്ച് അത് ഇല്ലാതാക്കിയോ എന്നൊന്നല്ല, എന്തുകൊണ്ട് ബിന്നി പുറത്തായി എന്നത് ബിന്നി തന്നെ തിരിച്ചറിയേണ്ടതാണ്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി തിരിച്ച് റീ എൻട്രി ഉണ്ടാവുന്ന സമയം പോലും ബിന്നി ഒരു കണ്ടസ്റ്റൻസ് ആവുന്നില്ല. ഇനി അവിടെ ബാക്കിയുള്ളവരാണ് ഇനി കണ്ടസ്റ്റൻസ് എന്ന നിലയിൽ വരുന്നത്. ഇനി അടുത്ത നോമിനേഷൻ വരുമ്പോൾ അവിടെയാണ് കളി നടക്കുന്നത്. ഇനി പുറത്ത് പോയവരൊന്നും അതിലെ ആൾക്കാരോ ഗെയിമറോ ഒന്നുമല്ല. ഇനിയാണ് കളിയുടെ അരങ്ങ്. ഇനി 4 ആഴ്ചയും കൂടിയായി ഈ സീസണിലെ ബിഗ് ബോസ് അവസാനിക്കുകയായി. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇനി നമുക്ക് റീസെൻ്റ്ലി കണ്ടന്റ് ഇട്ട് എന്ന് പറഞ്ഞ് നമുക്കും അപ്പോൾ ഇതൊരു ബിഗ് ബോസിൻ്റെ ഒരു വഴിത്തിരിവിലൂടെ പോയ ഒരു ഗെയിം സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി, ഒരുപാട് പ്രചോദനം ഉൾക്കൊണ്ടു. ഇതിലൂടെ നമുക്കും ഒരു വിന്നറാവാനുള്ള വഴികൾ കിട്ടുമെന്ന് മനസ്സിലായി. ആർക്കും ബിഗ് ബോസിൽ എത്തിപ്പെടാമെന്ന് മനസ്സിലായി. ആരും ബിഗ് ബോസിൽ എത്തുമെന്ന് മനസ്സിലായി. വിജയിക്കും ചില നിമിഷങ്ങളിൽ. നമുക്കും അവിടെ എത്താൻ വളരെ ആഗ്രഹമുള്ളൊരു ഫീൽഡാണ്. ഞാനും 1 മുതൽ ബിഗ് ബോസ് മലയാളം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ്. ഞാനൊരു ബിഗ് ബോസ് അഡിക്റ്റ് ഫാനാണ്. ലാലേട്ടൻ ഫാനുമാണ്, ബിഗ് ബോസ് ഫാനുമാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ ഈ ബിഗ് ബോസിനെ ഇഷ്ടപ്പെടുന്നു, ബിഗ് ബോസിൻ്റെ കോണ്ടന്റിനെ ഇഷ്ടപ്പെടുന്നു, ബിഗ് ബോസ് എന്ന റിയാലിറ്റിയെ ഇഷ്ടപ്പെടുന്നു. ഈ റിയാലിറ്റി ഷോ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നതാണ്. ലാലേട്ടൻ ഒന്ന് വ്യത്യസ്തമാക്കി മാറ്റി ചിന്തിച്ച് ഒരു മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ട് വന്നാൽ ബിഗ് റിയാലിറ്റിയായി ഈ ഷോ മാറുകയും ചെയ്യും. ബൈ ഫോർ എവർ.